അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അബൂ ഇസ്ഹാഖിൽ ഫസാരി റളിയല്ലാഹു അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ചെറിയൊരു ഉപദേശം. പലപ്പോഴും ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വിഷയമാണ്. പക്ഷേ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാത്തതുകൊണ്ട് വല്ലാത്തൊരു നാശത്തിലേക്കാണ് പോകുന്നത് എന്ന് നാം ചിന്തിക്കുന്നില്ല. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഇന്ന മിനന്നാസി, ജനങ്ങളെ കൂട്ടത്തിലുണ്ട് ചില ആൾക്കാർ, മൻ യുഹിബ്ബു സനാഉ അലൈഹി, അവർക്ക് വല്ലാത്ത ഇഷ്ടം എന്ന് പറഞ്ഞാൽ എന്നെക്കുറിച്ച് ആൾക്കാർ നല്ലത് പറയണം. അതിനുവേണ്ടി അവരെന്തും ചെയ്യും. അവർ നിസ്കരിക്കുകയാണെങ്കിലും, അവർ ഖുർആൻ ഓതുകയാണെങ്കിലും, അവർ മറ്റുള്ള സ്വതക്കകൾ ചെയ്യുകയാണെങ്കിലും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തു കൊടുക്കുകയാണെങ്കിലും, എല്ലാത്തിലും അവരിങ്ങനെ ആഗ്രഹിക്കുന്നത് എന്നെക്കുറിച്ച് ആൾക്കാർ നല്ലത് പറയുന്നുണ്ടോ. എല്ലാവരും നല്ലക്കുറിച്ച് നല്ലത് പറയണം, പക്ഷേ അതിനു വേണ്ടി മാത്രം നമ്മുടെ അമലുകൾ ആയി പോകരുത്. ഇതെങ്ങനെയാണ്? പലപ്പോഴും നാം നിസ്കരിച്ചിട്ട് പോലും, എത്രയെല്ലാം ഖുർആൻ ഓതിയിട്ട് പോലും നാം കൊതിക്കുന്നത് നമ്മളെ മനസ്സിൽ എവിടെയും പോലും ഇത് അള്ളാഹു ഇഷ്ടപ്പെടണം, അള്ളാഹു സ്വീകരിക്കണമെന്നുള്ള ചിന്ത പോലും നമുക്കുണ്ടാകുന്നില്ല. എത്രമാത്രം വളരെ കഷ്ടപ്പെട്ട് നാം നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട്. നോമ്പ് നോക്കിയിട്ട് പോലും നമ്മുടെ കൽബിൽ ഞാനൊരു നോമ്പുകാരന് എന്നുള്ള അഹങ്കാണ്, ആ കിബറാണ് എന്നെക്കുറിച്ച്. ചിലപ്പോൾ സുന്നത്ത് നോമ്പൊക്കെ നോക്കിയിട്ട് ആൾക്കാരുടെ മുമ്പിലൊക്കെ പറയുന്നൊരു സ്വഭാവമാണ്, ഇന്ന് എനിക്ക് നോമ്പാണ്, ഞാൻ എല്ലാ വ്യാഴാഴ്ച നോമ്പ് നോക്കുന്ന ആളാണ്, എല്ലാ തിങ്കളാഴ്ച നോമ്പ് നോക്കുന്ന ആളാണ്. ഇങ്ങനെ നമ്മുടെ അമലുകൾ മറ്റൊരാൾ ശ്രദ്ധിച്ച് എന്നെ സ്തുതിക്കണം, ഇനി അവൻ സ്തുതിച്ചില്ലെങ്കിൽ അവനോട് എൻ്റെ അമലുകളെ പറഞ്ഞ് അവനെ കൊണ്ട് സ്തുതിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സ്വഭാവമുള്ള ചില മനുഷ്യന്മാരുണ്ട്. അവരാണെങ്കിലോ വമാ യുസാവി ഇൻദല്ലാഹി ജനാഹ ബഊറത്തിൻ, അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു കൊതുകിൻ്റെ വില പോലും അള്ളാഹു അവർക്ക് നൽകില്ല. കൊതുകല്ല, കൊതുകിൻ്റെ ചിറകിലുള്ള, അതിലെ കൊതുക് തന്നെ ചെറുതാണല്ലോ, അതിൻ്റെ ചിറകിൽ തന്നെ എത്ര ഉണ്ടാകും, അതിലുള്ള വസ്തുവിനെ പോലും അത്ര വില പോലും അവരോട് അള്ളാഹു വില കൽപ്പിക്കുന്നില്ല എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. പലപ്പോഴും ഇബ്ലീസ് നമ്മെ നന്മകൾ ചെയ്യാതിരിക്കാൻ നമ്മെ തടയിടുന്നുണ്ട്. പക്ഷെ പലവന്റെ ആ ചതിയിൽ നിന്ന് വിജയിച്ചുകൊണ്ട് നാം പലപ്പോഴും പല നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇബ്ലീസ് രണ്ടാമതായി നമ്മെ ചതിക്കുന്ന ഒരു മേഖലയാണ്. അതെ, എന്നെക്കുറിച്ച് എല്ലാവരും നല്ലതെന്ന് വിചാരിക്കണം, ഞാൻ ധാരാളം രാത്രി നിസ്കരിക്കുന്നവനാണെന്ന് എന്നെക്കുറിച്ച് പറയണം എന്ന് വേണ്ട. ഞാൻ കുടുംബത്തിൽ തന്നെ എല്ലാവർക്കും ഉപകാരം ചെയ്യുന്നവൻ, എല്ലാവർക്കും ഉപകാരം ചെയ്യണം, ഇതൊക്കെ ചെയ്യണ്ട എന്നല്ല, ഇതൊക്കെ ഇങ്ങനെ ഒരാളെ പറയുന്നത് കൊണ്ട് ഇതൊക്കെ നിർത്തിവെക്കണമെന്നല്ല. പക്ഷെ ഇനിയും ധാരാളം ഉപകാരങ്ങൾ ചെയ്യണം, ഇനിയും ധാരാളം സദഖകൾ ചെയ്യണം, ഇനിയും ധാരാളം ഖുർആനോത്തുകൾ ഓതണം, ഇനിയും ധാരാളം നിസ്കാരങ്ങളൊക്കെ നിസ്കരിക്കണം, ധാരാളം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണം. പക്ഷേ ചെയ്യുമ്പോൾ എല്ലാ സമയത്തും ആര് കാണട്ടെ കാണാതിരിക്കട്ടെ, ഇനി വളരെ കഷ്ടപ്പെട്ട് എന്തോ വലിയൊരു പ്രവർത്തനങ്ങൾ ചെയ്തു, എന്തോ ഉപകാരമുള്ളൊരു കാര്യം ചെയ്തു, പക്ഷെ ആരും അത് ശ്രദ്ധിച്ചില്ല. ആ സമയത്തൊന്നും നമ്മുടെ മനസ്സിൽ വിഷമുണ്ടാകാൻ പാടില്ല, ബേജാറുണ്ടാകാൻ പാടില്ല. കാരണം ഇത് കാണേണ്ടവൻ, ഇത് കണ്ട് ഉപകാരമുള്ളവൻ ആ റബ്ബ് അത് കണ്ടിട്ടുണ്ട്. അവനൊരിക്കലും മറയാവൂലല്ലോ, അവനൊന്നും കാണാതെ പോവുകയില്ലല്ലോ, കണ്ണാൽ ഉപകാരം അവൻ തന്നെയല്ലേ എന്നുള്ള ആ സന്തോഷമാണ് നമുക്കുണ്ടാകേണ്ടത്. അല്ലാതെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴേക്ക് രണ്ടാൾക്കാർ കണ്ടാലേ എനിക്ക് സമാധാനമുള്ളൂ, എനിക്ക് സന്തോഷമുള്ളൂ, രണ്ടാൾക്കാരെന്നോട് വന്ന് അതിനെക്കുറിച്ച് നല്ല കമൻറ്റുകൾ പറഞ്ഞാലേ എനിക്ക് വല്ലാത്ത സന്തോഷം എന്ന രീതിയിൽ ആയിപ്പോയാൽ റബ്ബ് നാം ചെയ്ത എല്ലാ അമലുകളും നാളെ റബ്ബിന്റെ മുമ്പിൽ എത്തുമ്പോൾ അവൻ പറയുമത്രേ, ഒരിക്കലും നീ എനിക്ക് വേണ്ടി ചെയ്തതല്ല, നീ ജനങ്ങൾക്ക് വേണ്ടിയാണ്, നിന്നെക്കുറിച്ച് ജനങ്ങൾ പറയാൻ വേണ്ടിയാണ്, നീ വലിയൊരു ആലിമാണെന്നും നീ വലിയ ഖുർആൻ ഓത്തുകാരനെന്നും നീ നല്ല സൽസ്വഭാവിയെന്നും നീ നല്ല ഇബാദത്തുകാരനെന്നും നിന്നെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്. അതൊക്കെയും ദുനിയാവിൽ അവർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒന്നും അതിന്
കൂലി ആഗ്രഹിച്ച് ഇങ്ങോട്ട് വരേണ്ടതില്ല, എനിക്ക് വേണ്ടി നീ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് റബ്ബ് നമ്മളോട് ചോദിക്കുന്നൊരവസ്ഥ വരുന്നതിന് മുമ്പ് നാം ചിന്തിക്കണം. പലപ്പോഴും നാം ചെയ്യുന്ന അമലുകളൊക്കെ ഈ രീതിയിൽ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഒരിക്കലും പോലും ഒരു ചെറിയൊരു സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന ദിക്ർ പോലും നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. ഒരു ദിക്റിന് പോലും എത്രമാത്രം മഹത്വങ്ങൾ അല്ലാഹുവിനെ മാത്രം ആഗ്രഹിച്ച് ചെല്ലുന്നുണ്ടെങ്കിൽ എത്രമാത്രം കൂലികൾ അതിൻ്റെ പേരിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ദുനിയാവിൽ കിട്ടും, ആഖിറത്തിലും കിട്ടും. പക്ഷെ അതൊന്നും നാം നഷ്ടപ്പെട്ടു പോകരുത്, നഷ്ടപ്പെടുത്തിക്കൂടാ എന്ന ഗൗരവം നമുക്ക് എല്ലാ സമയത്ത് വേണം. അപ്പോൾ എല്ലാ സമയത്ത് ചിന്തിക്കേണ്ടത് നാം ചെയ്യുന്നത് ഇത് മനുഷ്യന്മാർക്ക് വേണ്ടി ആയിപ്പോയോ, അല്ലാഹുവിന് വേണ്ടി ആയിപ്പോയോ, എൻ്റെ ഖൽബ് ഈ സമയത്ത് ശരിയുണ്ടോ ശരിയില്ലേ എന്ന് ഇങ്ങനെ ചിന്തിച്ച് പേടിച്ചാണ് ഏതൊരു അമലും നാം ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നല്ല ഇഖ്ലാസുള്ള ചിന്ത തന്ന് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.